പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നും കോലാഹലങ്ങളിൽ നിന്നും വളരെ ദൂരെ പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ആദിത്യനും അവന്റെ മാതാപിതാക്കളും താമസിച്ചിരുന്നത്. കാറ്റടിച്ചാൽ ഉലയുന്ന, കനത്ത മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒരു ചെറിയ ഓടിമേഞ്ഞ വീടായിരുന്നു അവരുടേത്. കടും ദാരിദ്ര്യം ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ എപ്പോഴും കാവൽ നിന്നിരുന്നു. ആദിത്യന്റെ പിതാവ് രാംപ്രസാദ് വെയിലും മഴയും വകവെക്കാതെ വിയർപ്പൊഴുക്കി പണിയെടുക്കുന്ന ഒരു സാധാരണ ദിവസക്കൂലിക്കാരനായിരുന്നു. അമ്മയാകട്ടെ അയൽപ്പക്കത്തെ വലിയ പണക്കാരുടെ വീടുകളിൽ പാത്രം കഴുകിയും അഴുക്കുതുണികൾ അലക്കിയും തൂത്തുവാരിയും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബത്തിന്റെ വിശപ്പടക്കാൻ ശ്രമിച്ചിരുന്നത്. പല രാത്രികളിലും ആ വീട്ടിലെ അടുപ്പിൽ തീ പുകയാറില്ലായിരുന്നു. ഒരൽപ്പം ഉപ്പും കഞ്ഞിയോ അല്ലെങ്കിൽ ഉണങ്ങിയ ചപ്പാത്തിയും കഴിച്ച് വിശപ്പടക്കിപ്പിടിച്ച് അവർ ഉറങ്ങാൻ കിടന്നു. നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ ആ മാതാപിതാക്കളുടെ മുഖത്തെപ്പോഴും നിഴലിച്ചു നിന്നിരുന്നു. എന്നാൽ ഈ കടും ദാരിദ്ര്യത്തിനിടയിലും ആദിത്യന്റെ കണ്ണുകളിൽ എപ്പോഴും ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. ആ തിളക്കം അവന്റെ വലിയ സ്വപ്നങ്ങളുടേതായിരുന്നു. താൻ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകളും അപമാനങ്ങളും താൽക്കാലികം മാത്രമാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. പലപ്പോഴും പണി കഴിഞ്ഞ് ശരീരം തളർന്നു വരുന്ന അമ്മയുടെ മടിയിൽ തല ചായ്ച്ചു കിടക്കുമ്പോൾ അവൻ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി പറയും, അമ്മേ, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾക്കെല്ലാം ഞാൻ ഒരു ദിവസം അന്ത്യം കുറിക്കും. ഞാൻ നന്നായി പഠിച്ച് വലിയൊരു നിലയിലെത്തും. അതിനുശേഷം അമ്മക്ക് ആരുടെയും വീട്ടിൽ പോയി കൈ നീട്ടേണ്ടി വരില്ല, ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ടി വരില്ല. നമ്മളൊരു വലിയ വീട്ടിൽ താമസിക്കും. അമ്മയെ ഞാൻ ഒരു രാജ്ഞിയെ പോലെ നോക്കും. മകന്റെ വലിയ വാക്കുകൾ കേട്ട് ആ അമ്മയുടെ കണ്ണുകൾ അറിയാതെ നിറയും. സ്വന്തം ദാരിദ്ര്യം മകന്റെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകരുതെന്ന് അവർ ആഗ്രഹിച്ചു. അവർ അവന്റെ നെറ്റിയിൽ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ പറയും, മകനെ, ദരിദ്രനായി ജനിക്കുന്നത് ഒരു തെറ്റല്ല. പക്ഷേ അധ്വാനം ചെയ്യാൻ മടിച്ച് വിധിക്ക് കീഴടങ്ങുന്നത് പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. നമ്മുടെ കയ്യിൽ പണമില്ലായിരിക്കാം, പക്ഷേ അന്തസ്സും സത്യസന്ധതയും നമ്മൾ ഒരിക്കലും കൈവിടരുത്. മനുഷ്യന്റെ യഥാർത്ഥ സമ്പത്ത് അവന്റെ ബാങ്ക് ബാലൻസ് അല്ല, അവന്റെ സ്വഭാവശുദ്ധിയാണ്. അമ്മയുടെ ഈ വാക്കുകൾ ആദിത്യന്റെ മനസ്സിൽ ഒരു മന്ത്രം പോലെ പതിഞ്ഞു കിടന്നു. അമ്മയുടെ വാക്കുകളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് അവൻ തന്റെ ലക്ഷ്യത്തിനായി രാത്രിയും പകലും അധ്വാനിക്കാൻ തുടങ്ങി. രാവിലെ അവൻ കോളേജിൽ പോകും. ക്ലാസ്സിലെ പഠനത്തിൽ അവൻ എപ്പോഴും ഒന്നാമതായിരുന്നു. അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ അവൻ മനസ്സിലാക്കി. കോളേജ് കഴിഞ്ഞാൽ അവൻ വിശ്രമിക്കാറില്ലായിരുന്നു. വൈകുന്നേരങ്ങളിൽ ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് സ്വന്തം പഠനത്തിനാവശ്യമായ പണവും പുസ്തകങ്ങളും അവൻ തന്നെ കണ്ടെത്തി. രാത്രി വൈകുവോളം മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ഇരുന്ന് അവൻ പുസ്തകങ്ങളിലേക്ക് കണ്ണു നട്ടു. ഉറക്കം അവനെ പലപ്പോഴും തളർത്തിയെങ്കിലും മാതാപിതാക്കളുടെ ചുളിവ് വീണ മുഖവും അവരുടെ വിയർപ്പും ഓർക്കുമ്പോൾ അവൻ ഉറക്കം വരില്ല. അവന്റെ മുറിയിലെ ചുവരുകളിൽ വലിയ ലക്ഷ്യങ്ങളുടെ കുറിപ്പുകൾ ഉണ്ടായിരുന്നു. ദാരിദ്ര്യം അവനെ ശാരീരികമായി തളർത്തിയെങ്കിലും അവന്റെ മനസ്സിന്റെ കരുത്തിനെ തൊടാൻ അതിന് കഴിഞ്ഞില്ല. തന്റെ ചുറ്റുമുള്ള ലോകം പണത്തിന്റെ പുറകെ പായുമ്പോൾ അവൻ അറിവിന്റെയും അധ്വാനത്തിന്റെയും വഴിയിലൂടെ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. കഠിനമായ പട്ടിണിയും പ്രയാസങ്ങളും അവനെ കൂടുതൽ ശക്തനാക്കുകയേ ചെയ്തുള്ളൂ. ഒരു ദിവസം ഈ ലോകം തന്നെ ബഹുമാനിക്കുന്ന ഒരു കാലം വരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ അവൻ തന്റെ ഓരോ ചുവടും മുന്നോട്ട് വെച്ചു. ആദിത്യൻ തന്റെ അധ്വാനം കൊണ്ട് പഠനത്തിൽ മുന്നേറിക്കൊണ്ടിരുന്ന അതേ കോളേജിലാണ് നിഷിയും പഠിച്ചിരുന്നത്. നഗരത്തിലെ ഏറ്റവും പ്രമുഖനായ വ്യവസായിയും കോടീശ്വരനുമായ രാജേഷ് സിംഗിന്റെ ഏക മകളായിരുന്നു അവൾ. ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ആഡംബര കാറുകളിലാണ് അവൾ ദിവസേന കോളേജിൽ വന്നിറങ്ങിയിരുന്നത്. അവളുടെ വസ്ത്രധാരണവും കയ്യിലെ ബ്രാൻഡഡ് ബാഗുകളും വില കൂടിയ ആഭരണങ്ങളും കോളേജിലെ മറ്റ് വിദ്യാർത്ഥികൾക്കിടയിൽ അവളെ എപ്പോഴും വേറിട്ട് നിർത്തി. ദിവസേനയുള്ള ആഡംബര പാർട്ടികളും പണക്കൊഴുപ്പും നിറഞ്ഞതായിരുന്നു അവളുടെ ലോകം. വലിയൊരു പണക്കാരന്റെ മകളായതുകൊണ്ട് തന്നെ കോളേജിലെ ഭൂരിഭാഗം കുട്ടികൾക്കും അവളെ ഭയവും അതോടൊപ്പം വലിയ ബഹുമാനവുമായിരുന്നു. അവളോട് കൂട്ടുകൂടാൻ കോളേജിലെ സമ്പന്നരായ വിദ്യാർത്ഥികൾ എപ്പോഴും മത്സരിച്ചിരുന്നു. എന്നാൽ പണത്തിന്റെ അന്ധമായ അഹങ്കാരം അവളുടെ തലക്ക് പിടിച്ചിരുന്നു. പാവപ്പെട്ട വിദ്യാർത്ഥികളെ കാണുന്നത് പോലും അവൾക്ക് വലിയ വെറുപ്പാണ്. തന്റെ സമ്പന്നരായ കൂട്ടുകാരോടൊപ്പം ചേർന്ന് അവൾ എപ്പോഴും ദരിദ്രരായ കുട്ടികളെ പരസ്യമായി കളിയാക്കുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്യും. അവരെ മനുഷ്യരായി പരിഗണിക്കാൻ പോലും അവളുടെ അഹങ്കാരം അനുവദിച്ചിരുന്നില്ല. എന്നാൽ ആദിത്യൻ ഈ കോലാഹലങ്ങളിൽ നിന്നെല്ലാം മാറി സ്വന്തം ലോകത്ത് ജീവിച്ചു. അവൻ കോളേജിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. പരീക്ഷകളിലെല്ലാം വലിയ മാർക്കോടെ ഒന്നാം സ്ഥാനം നേടുന്നത് ആദിത്യൻ മാത്രമായിരുന്നു. ടീച്ചർമാർക്കെല്ലാം ആദിത്യനെ വലിയ കാര്യമാണ്. അവന്റെ പെരുമാറ്റവും പഠന മികവും
കണ്ട് അധ്യാപകർ പലപ്പോഴും ക്ലാസുകളിൽ ആദിത്യന്റെ അധ്വാനത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കും. മറ്റു കുട്ടികൾക്ക് മാതൃകയായി അവർ ആദിത്യനെ ചൂണ്ടിക്കാണിച്ചു. ഒരു പാവപ്പെട്ടവൻ തങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുന്നത് നിഷയ്ക്കും അവളുടെ സമ്പന്നരായ കൂട്ടുകാർക്കും ഒട്ടും സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. ആദിത്യന്റെ ലളിതമായ വസ്ത്രധാരണത്തെയും അവന്റെ ദാരിദ്ര്യത്തെയും അവർ എപ്പോഴും തരം താഴ്ത്തി സംസാരിക്കാൻ അവസരങ്ങൾ കണ്ടെത്തി. ഒരു ദിവസം ക്ലാസ്സിൽ വെച്ച് പ്രൊഫസർ ഒരു പ്രധാന പ്രഖ്യാപനം നടത്തി. പരീക്ഷയിലെ മാർക്കുകൾ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ കോളേജിന്റെ യഥാർത്ഥ ഭാവി എന്ന് വിശേഷിപ്പിക്കാൻ യോഗ്യനായ ഒരേയൊരു വിദ്യാർത്ഥി അത് ആദിത്യൻ മാത്രമാണ്. പ്രതികൂല സാഹചര്യങ്ങളിലും അവൻ നേടുന്ന ഈ വിജയം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ വാക്കുകൾ കേട്ട് എല്ലാവരും കൈയടിച്ചു. ആദിത്യൻ എളിമയോടെ തല താഴ്ത്തിയിരുന്നു. എന്നാൽ നിഷയ്ക്ക് അത് കേട്ട് ദേഷ്യം അടക്കാനായില്ല. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് മുഖത്ത് വലിയ പരിഹാസത്തോടെ ഉറക്കെ പറഞ്ഞു, സർ, വെറുതെ പുസ്തകപ്പുഴുവിനെ പോലെ ഇരുന്ന് പഠിച്ചതുകൊണ്ട് മാത്രം ഇവിടെ ആരും വലിയ ആളാകാൻ പോകുന്നില്ല. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ അതിന് വലിയ ബാങ്ക് ബാലൻസ് കൂടി വേണം. പണമില്ലാത്തവന്റെ പഠിപ്പിന് സമൂഹത്തിൽ എന്ത് വിലയാണുള്ളത്? വെറും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് വിശപ്പടക്കാൻ പറ്റുമോ? നിഷയുടെ ഈ മൂർച്ചയേറിയതും അപമാനകരവുമായ വാക്കുകൾ കേട്ട് ക്ലാസ് മുറി ഒന്നടങ്കം പെട്ടെന്ന് നിശബ്ദമായി. പല കുട്ടികളും ആദിത്യനെ സങ്കടത്തോടെ നോക്കി. ആദിത്യന്റെ നെഞ്ചിൽ ആ വാക്കുകൾ വലിയൊരു മുറിവേൽപ്പിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നുവെങ്കിലും അവൻ തിരികെ ഒന്നും പറഞ്ഞില്ല. അവൻ ശാന്തനായി ഇരുന്നു. എന്നിട്ട് നിഷയെ നോക്കി ഒരു ചെറിയ പുഞ്ചിരി സമ്മാനിച്ചു. വാക്കുകൾ കൊണ്ട് തർക്കിക്കുന്നതിലല്ല, തന്റെ ജീവിതം കൊണ്ടും വലിയ വിജയം കൊണ്ടും വേണം ഇത്തരം അഹങ്കാരങ്ങൾക്ക് മറുപടി നൽകേണ്ടതെന്ന് ആദിത്യന് നന്നായി അറിയാം. ദിവസങ്ങളും മാസങ്ങളും അതിവേഗം കടന്നുപോയി. കോളേജ് പഠനത്തിന്റെ അവസാന വർഷങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നു. ആ സമയത്താണ് നഗരത്തിൽ വലിയൊരു വാർത്ത പരന്നത്. പ്രമുഖ വ്യവസായിയായ രാജേഷ് തന്റെ 50ാം ജന്മദിനത്തോടനുബന്ധിച്ച് നഗരത്തിലെ ഏറ്റവും വലിയ 5 നക്ഷത്ര ഹോട്ടലിൽ ഒരു വൻ ആഡംബര പാർട്ടി ഒരുക്കുന്നുണ്ട്. നഗരത്തിലെ വലിയ ബിസിനസ്സുകാർ, ഉന്നത IAS ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പ്രമുഖർ എന്നിവരെ കൂടാതെ കോളേജിലെ റാങ്ക് ജേതാക്കളായ വിദ്യാർത്ഥികളെയും ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്രതീക്ഷിതമായി ആദിത്യന്റെ കൈകളിലും ആ പാർട്ടിയുടെ വില കൂടിയ ക്ഷണക്കത്ത് എത്തിച്ചേർന്നു. ജീവിതത്തിൽ ആദ്യമായി ഇത്രയും വലിയൊരു ആഡംബര പാർട്ടിയിലേക്ക് വിളിക്കപ്പെട്ടതിൽ അവന് വലിയ സന്തോഷം തോന്നി. എന്നാൽ സന്തോഷത്തോടൊപ്പം വലിയൊരു ആശങ്കയും അവന്റെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു വലിയ പാർട്ടിയിൽ ധരിച്ചു പോകാൻ തക്ക നല്ലൊരു വസ്ത്രം പോലും അവന്റെ പക്കലില്ലായിരുന്നു. അവൻ സങ്കടത്തോടെ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് ആ പാർട്ടിയിൽ പോകാൻ വലിയ ആഗ്രഹമുണ്ട്. എന്റെ അധ്യാപകരും അവിടെ വരുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം വലിയ പണക്കാരാണ് വരുന്നത്. എന്റെ കയ്യിലാണെങ്കിൽ കീറാത്ത നല്ല വസ്ത്രങ്ങളൊന്നുമില്ല. ഞാൻ എങ്ങനെ അവിടെ പോകും? മകന്റെ സങ്കടം കണ്ട ആ അമ്മ കുറച്ചു നേരം മൗനമായി ഇരുന്നു. പിന്നീട് അവർ മുറിക്കുള്ളിൽ ചെന്ന് തന്റെ പഴയ തുണിപ്പെട്ടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചെറിയ സമ്പാദ്യക്കുടുക്ക പുറത്തെടുത്തു. അത് പൊട്ടിച്ചപ്പോൾ അതിലാകെ 700 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. ആ പണം മകന്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അമ്മ സ്നേഹത്തോടെ പറഞ്ഞു, മകനെ, ഒരു പുതിയ നല്ല വസ്ത്രം വാങ്ങാൻ ഇത് തികയില്ലായിരിക്കാം. പക്ഷെ ഉള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നീ അങ്ങോട്ട് പോവുക. മനുഷ്യന്റെ യഥാർത്ഥ തിരിച്ചറിയൽ അവന്റെ വസ്ത്രങ്ങളിലല്ല, സ്വഭാവത്തിലാണ്. നീ ആരുടെയും മുന്നിൽ ചെറുതാകേണ്ടവനല്ല. പാർട്ടിയുടെ ദിവസം എത്തിച്ചേർന്നു. രാജേഷിന്റെ പാർട്ടി നടക്കുന്ന 5 നക്ഷത്ര ഹോട്ടൽ ലൈറ്റുകളാൽ പ്രകാശപൂരിതമായിരുന്നു. കോടികൾ വിലമതിക്കുന്ന ആഡംബര കാറുകൾ വന്നിറങ്ങുന്നുണ്ടായിരുന്നു. ആദിത്യൻ തന്റെ പക്കലുള്ള ഏറ്റവും വൃത്തിയുള്ള വെളുത്ത ഷർട്ടും പഴയൊരു കറുത്ത പാന്റും ധരിച്ച് അവിടെ എത്തി. അവിടെയുള്ള ആളുകളുടെ വസ്ത്രധാരണവും പണക്കൊഴുപ്പും കണ്ട് അവൻ അല്പം ഭയന്നു. എങ്കിലും ധൈര്യം സംഭരിച്ച് അവൻ ഹാളിനുള്ളിലേക്ക് നടന്നു. വസ്ത്രധാരണം കണ്ട് ചില സുരക്ഷാ ജീവനക്കാരും അതിഥികളും അവനെ നോക്കി പരസ്പരം മന്ത്രിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നിഷ തന്റെ സമ്പന്നരായ കൂട്ടുകാരോടൊപ്പം വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്നത് അവൻ കണ്ടത്. പെട്ടെന്ന് ആദിത്യനെ കണ്ടപാടെ നിഷയുടെ മുഖത്ത് പരിഹാസം നിറഞ്ഞു. അവൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അവൾ ആദിത്യന്റെ അടുത്തേക്ക് നടന്നു വന്ന് ചോദിച്ചു, അല്ല, നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? പിച്ചക്കാർക്ക് ഈ ഹോട്ടലിലേക്ക് പ്രവേശനമില്ലെന്ന് അറിയില്ലേ? ആദിത്യൻ ശാന്തനായി പറഞ്ഞു, നിഷ, നിന്റെ അച്ഛന്റെ കമ്പനിയിൽ നിന്നാണ് എനിക്ക് ഈ ക്ഷണക്കത്ത് ലഭിച്ചത്. നിഷ വീണ്ടും പരിഹസിച്ചു. ക്ഷണക്കത്ത് കിട്ടിയാൽ വലിഞ്ഞു കയറി വരണോ? കുറഞ്ഞ പക്ഷം ഈ പാർട്ടിക്ക് അനുയോജ്യമായ നല്ലൊരു വസ്ത്രമെങ്കിലും വാടകക്കെടുത്ത് ധരിക്കാമായിരുന്നു. പിച്ചക്കാരെ പോലെ ഓരോരുത്തർ ഇറങ്ങിക്കോളും. അവളുടെ കൂട്ടുകാർ പൊട്ടിച്ചിരിച്ചു. ആദിത്യന് വല്ലാതെ സങ്കടം തോന്നിയെങ്കിലും അവൻ മൗനം പാലിച്ചു. എന്നാൽ നിഷ അവിടം കൊണ്ട് നിർത്തിയില്ല. അവൾ അവിടെയുണ്ടായിരുന്ന ഒരു വെയിറ്ററെ വിളിച്ച് ഒരു പ്ലേറ്റ് ഭക്ഷണം ആദിത്യന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇയാൾക്ക്
ഭക്ഷണം നന്നായി കൊടുക്കൂ. പാവം ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയ ഹോട്ടലിലെ ഭക്ഷണം കാണുന്നത്. വയറു നിറയെ കഴിക്കട്ടെ. ഈ ക്രൂരമായ അപമാനം താങ്ങാനാവാതെ ആദിത്യന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ചുറ്റുമുള്ളവരെല്ലാം അവനെ നോക്കി ചിരിക്കുകയായിരുന്നു. അവൻ പ്ലേറ്റ് അവിടെ വെച്ചിട്ട് തല താഴ്ത്താതെ നിഷയുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നിഷ, ഒരാളുടെയും ദാരിദ്ര്യത്തെയും വിശപ്പിനെയും കളിയാക്കരുത്. അവസ്ഥ മാറി മറിയാൻ അധികം സമയം വേണ്ട. അത്രയും പറഞ്ഞ് കവിളിലൂടെ ഒലിച്ചിറങ്ങി കണ്ണീർ തുടച്ചുകൊണ്ട് ആദിത്യൻ ആ വലിയ ഹാളിൽ നിന്നും പുറത്തേക്ക് നടന്നു. ആ അപമാനം അവന്റെ മനസ്സിനെ പൂർണ്ണമായും ഉലച്ചിരുന്നു. പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ആഡംബര പാർട്ടിയിൽ വെച്ചുണ്ടായ കഠിനമായ അപമാന ഭാരത്താൽ ആദിത്യന്റെ നെഞ്ച് തകർന്നു പോയിരുന്നു. ആരും കാണാതെ അവൻ ആ ഹാളിൽ നിന്നും ഇരുട്ടിലേക്ക് ഇറങ്ങിയോടി. കിലോമീറ്ററുകളോളം കരഞ്ഞുകൊണ്ട് അവൻ ഇരുണ്ട റോഡിലൂടെ നടന്നു. വീട്ടിലെത്തിയ പാടെ ആരും കാണാതെ അമ്മയെ കെട്ടിപ്പിടിച്ച് അവൻ പൊട്ടിക്കരഞ്ഞു. നെഞ്ചു പൊട്ടിയുള്ള മകന്റെ കരച്ചിൽ കണ്ട് ആ മാതാപിതാക്കൾ പരിഭ്രാന്തരായി. നടന്ന കാര്യങ്ങളെല്ലാം നിഷ തനിക്ക് നേരെ ഭക്ഷണം നീട്ടി പരിഹസിച്ചതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവൻ അമ്മയോട് വിവരിച്ചു. അമ്മ അവന്റെ തലയിൽ തലോടിക്കൊണ്ട് കണ്ണീരോടെ പറഞ്ഞു, സാരമില്ല മോനെ, പണം കൊണ്ട് വലിയവരായവർക്ക് മനുഷ്യത്വത്തിന്റെ വില അറിയില്ല. നീ വിഷമിക്കരുത്, ദൈവമുണ്ട്. പക്ഷെ അന്ന് രാത്രി ആദിത്യന് ഒരു നിമിഷം പോലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. നിഷയുടെ പരിഹാസ വാക്കുകൾ അവന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയ ഹോട്ടലിലെ ഭക്ഷണം കാണുന്നത് എന്ന അവളുടെ വാക്കുകൾ അവന്റെ രക്തത്തെ തിളപ്പിച്ചു. അന്ന് രാത്രി 3 മണിക്ക് അവൻ ആ ചെറിയ മുറിയിലെ തകർന്ന കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് സ്വയം പ്രതിജ്ഞ ചെയ്തു, ഇന്നെന്നെയും എന്റെ ദാരിദ്ര്യത്തെയും അപമാനിച്ചവർക്ക് മുന്നിൽ എന്റെ അധ്വാനം കൊണ്ട് ഞാൻ വലിയൊരു നിലയിൽ എത്തും. ഈ ദാരിദ്ര്യം ഞാൻ എന്റെ കുടുംബത്തിൽ നിന്നും തുടച്ചു മാറ്റും. വാക്കുകൾ കൊണ്ടല്ല, എന്റെ പ്രവൃത്തി കൊണ്ടാണ് ഞാൻ ഇനി മറുപടി നൽകുക. പിറ്റേന്ന് രാവിലെ തന്നെ അവൻ ഗ്രാമം വിട്ട് വലിയ നഗരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. തന്റെ ലക്ഷ്യം നേടാതെ ഇനി ഗ്രാമത്തിലേക്ക് തിരികെ വരില്ലെന്ന് അവൻ ഉറപ്പിച്ചു. യാത്ര തിരിക്കും മുമ്പ് അവൻ അമ്മയുടെ കാൽ തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങി. അമ്മ വിറക്കുന്ന കൈകൾ അവന്റെ തലയിൽ വെച്ച് പറഞ്ഞു, മോനെ, നീ എവിടെ പോയാലും എത്ര വലിയ ആളായാലും നല്ലൊരു മനുഷ്യനായിരിക്കാൻ മാത്രം മറക്കരുത്. അഹങ്കാരം നിന്നെ തൊടരുത്. ആദിത്യൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കണ്ണീരോടെ യാത്ര തിരിച്ചു. തന്റെ അമ്മ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സൂക്ഷിച്ചു വെച്ച തുകയിൽ നിന്നും നൽകിയ 3000 രൂപയുമായാണ് അവൻ നഗരത്തിൽ വന്നിറങ്ങിയത്. നഗരത്തിലെ വലിയ ആകാശമുട്ടുന്ന കെട്ടിടങ്ങളും അവിടുത്തെ വേഗതയേറിയ തിരക്കുകളും അവനെ ആദ്യം അല്പം ഭയപ്പെടുത്തി. ആർക്കും ആരെയും നോക്കാൻ സമയമില്ലാത്ത ഒരിടമായിരുന്നു അത്. അവൻ വളരെ കുറഞ്ഞ വാടകയ്ക്ക് ഒരു ചേരിയോട് ചേർന്നുള്ള ചെറിയൊരു മുറി കണ്ടെത്തി. കാലുകൾ നേരെ നീട്ടി ഉറങ്ങാൻ പോലും ഇടമില്ലാത്ത അത്രയും ഇടുങ്ങിയതും ഇരുണ്ടതുമായ ഒരു മുറിയായിരുന്നു അത്. പകൽ സമയങ്ങളിൽ അവൻ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകളുമായി ജോലിക്കായി കമ്പനികൾ തോറും അലഞ്ഞു തിരിഞ്ഞു. രാത്രികളിൽ മത്സര പരീക്ഷകൾക്കായി മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ പുസ്തകങ്ങളിലേക്ക് കണ്ണു നട്ടു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവന് യോജിച്ച ഒരു ജോലിയും ലഭിച്ചില്ല. കയ്യിലെ പണം ഓരോ ദിവസവും തീർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ ഒരു ദിവസം അവന്റെ കയ്യിൽ വെറും 50 രൂപ മാത്രം അവശേഷിച്ചു. വിശപ്പ് കൊണ്ട് അവന്റെ വയറ് കത്തിയെരിഞ്ഞു. തല കറങ്ങി. വൈകുന്നേരം തെരുവ് വിളക്കിന്റെ ചുവട്ടിലിരുന്ന് അവൻ കരഞ്ഞുപോയി. അപ്പോഴാണ് അമ്മ മുൻപ് പറഞ്ഞ വാക്കുകൾ അവന്റെ ഓർമ്മയിൽ വന്നത്. അധ്വാനം ഉപേക്ഷിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം. ആ വാക്കുകൾ അവന് പുതിയൊരു ജീവൻ നൽകി. അവൻ കണ്ണീർ തുടച്ചു മാറ്റി വീണ്ടും എഴുന്നേറ്റു. പിറ്റേന്ന് അവൻ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു ചെറിയ ഹോട്ടലിൽ മേശ തുടക്കാനും പാത്രം കഴുകാനുമുള്ള ജോലി ലഭിച്ചു. തന്റെ വിദ്യാഭ്യാസം നോക്കാതെ ജീവൻ നിലനിർത്താനും പഠിക്കാനുമായി അവൻ ആ ജോലി സ്വീകരിച്ചു. രാവിലെ 6 മണി മുതൽ രാത്രി 11 മണി വരെ നീളുന്ന കഠിനമായ ജോലി. ദിവസവും 100 കണക്കിന് പാത്രങ്ങൾ കഴുകി അവന്റെ കൈകൾ ചോര പൊടിയുന്ന തഴമ്പുകൾ വീണു. ശരീരം മുഴുവൻ വേദന കൊണ്ട് പുളഞ്ഞു. എങ്കിലും രാത്രികളിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ അവൻ തന്റെ ചെറിയ മുറിയിലിരുന്ന് സിവിൽ സർവീസ് പരീക്ഷകൾക്കായി ഉറക്കമൊഴിച്ച് പഠനം തുടർന്നുകൊണ്ടിരുന്നു. ആ കഠിനമായ ഇരുട്ടിലും അവന്റെ ലക്ഷ്യം മാത്രം തിളങ്ങി നിന്നു. കാലം അതിന്റെ പ്രയാണം തുടർന്നുകൊണ്ടിരുന്നു. 1, 2, 3 വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. ആദിത്യൻ ഹോട്ടലിലെ കഠിനമായ ജോലികൾക്കിടയിലും തന്റെ ലക്ഷ്യത്തിൽ നിന്നും ഒരടി പോലും പിന്നോട്ട് പോയില്ല. പുലർച്ചെ മുതൽ രാത്രി വൈകുവോളം ഹോട്ടലിലെ എണ്ണമയമുള്ള പാത്രങ്ങൾ കഴുകിയും മേശ തുടച്ചും അവൻ അധ്വാനിച്ചു. ആ ഹോട്ടലിന്റെ ഉടമയായ ശർമാജി ഒരു നല്ല മനുഷ്യനായിരുന്നു. രാത്രിയിൽ ഹോട്ടൽ അടച്ച ശേഷവും മങ്ങിയ വെളിച്ചത്തിലിരുന്ന് വലിയ പുസ്തകങ്ങൾ വായിക്കുന്ന ആദിത്യനെ അദ്ദേഹം പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹം ആദിത്യന്റെ അരികിൽ വന്ന് ചോദിച്ചു, മോനെ, പകൽ മുഴുവൻ നീ ഇവിടെ പണിയെടുത്ത് തളരുന്നതാണ്. എന്നിട്ടും രാത്രിയിൽ ഉറക്കമൊഴിച്ച് എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പെടുന്നത്? ആദിത്യൻ തന്റെ കണ്ണുകളിലെ തിളക്കത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, എനിക്ക് വലിയൊരു ലക്ഷ്യമുണ്ട് സർ. പണം കൊണ്ടല്ല, എന്റെ പ്രവൃത്തി കൊണ്ടും യോഗ്യത കൊണ്ടും ഈ ലോകം എന്നെയും എന്റെ മാതാപിതാക്കളെയും ബഹുമാനിക്കുന്ന ഒരു ദിവസം എനിക്ക്
എനിക്ക് കൊണ്ടുവരണം. ആദിത്യന്റെ നിശ്ചയദാർഢ്യം കണ്ട് ശർമാജി അവനെ മുതുകിൽ തട്ടി പ്രോത്സാഹിപ്പിച്ചു. തന്റെ കഠിനമായ പഠനത്തിനൊടുവിൽ ആദിത്യൻ രാജ്യത്തെ ഏറ്റവും വലിയ മത്സര പരീക്ഷയായ സിവിൽ സർവീസ് എഴുതാൻ തുടങ്ങി. എന്നാൽ ആദ്യത്തെ തവണ പരീക്ഷാഫലം വന്നപ്പോൾ അവന്റെ പേര് ലിസ്റ്റിലില്ലായിരുന്നു. അവൻ ആദ്യമായി പരാജയം രുചിച്ചു. സങ്കടം സഹിക്കാനാവാതെ അവൻ മുറിയിലിരുന്ന് കരഞ്ഞു. എങ്കിലും മനസ്സിന് ധൈര്യം കൊടുത്ത് അവൻ രണ്ടാമത്തെ തവണയും പരീക്ഷ എഴുതി. എന്നാൽ വിധി വീണ്ടും അവനെ പരീക്ഷിച്ചു. രണ്ടാമത്തെ തവണയും അവൻ പരാജയപ്പെട്ടു. മൂന്നാമത്തെ തവണയും ഫലം നിരാശയായപ്പോൾ ആദിത്യന് മാനസികമായി പൂർണ്ണമായും തകർന്നുപോയി. വർഷങ്ങളായുള്ള തന്റെ ഉറക്കമില്ലാത്ത രാത്രികളും അധ്വാനവും വെറുതെയാണെന്ന് അവൻ ചിന്തിച്ചു. ഒരു പക്ഷേ അന്ന് കോളേജിൽ വെച്ച് നിഷ പറഞ്ഞതുപോലെ തങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവരുടെ സ്വപ്നങ്ങൾക്ക് ഈ ലോകത്ത് യാതൊരു വിലയുമില്ലേ എന്ന് അവൻ സംശയിച്ചു. ഒരു രാത്രി പരാജയത്തിന്റെ ഭാരവുമായി അവൻ തന്റെ ചെറിയ മുറിയിലിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു. കൺമുന്നിൽ തോൽവിയുടെ റിസൾട്ട് പേപ്പർ കിടപ്പുണ്ട്. അവൻ ദൈവത്തോട് ചോദിച്ചു, ഭഗവാനെ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്റെ ഭാഗത്ത് എന്താണ് കുറവുണ്ടായത്? അപ്പോഴാണ് അപ്രതീക്ഷിതമായി നാട്ടിൽ നിന്നും അമ്മയുടെ ഫോൺ കോൾ വരുന്നത്. മകന്റെ ശബ്ദത്തിലെ ഇടർച്ച കേട്ടപ്പോൾ തന്നെ ആ അമ്മക്ക് കാര്യം മനസ്സിലായി. ആദിത്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, എന്നെയും കൊണ്ട് ഇതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ തോറ്റുപോയി അമ്മേ. എന്നാൽ ആ അമ്മ ശാന്തമായി അവനോട് പറഞ്ഞു, മോനെ, പരീക്ഷയിൽ പരാജയപ്പെടുന്നവനല്ല യഥാർത്ഥത്തിൽ തോൽക്കുന്നത്. തോൽവി ഭയന്ന് ശ്രമം ഉപേക്ഷിക്കുന്നവനാണ് യഥാർത്ഥ പരാജിതൻ. നിന്റെ അധ്വാനത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നീ ഒരിക്കൽ കൂടി ശ്രമിക്കൂ. ഇത്തവണ നിന്റെ കൂടെ ദൈവമുണ്ടാകും. അമ്മയുടെ ആ വാക്കുകൾ ആദിത്യന്റെ തളർന്ന മനസ്സിലേക്ക് ഒരു പുതിയ വെളിച്ചം പകർന്നു നൽകി. അവൻ കണ്ണീർ തുടച്ചു മാറ്റി. ആ രാത്രിയിൽ അവൻ ഒരു പുതിയ തീരുമാനമെടുത്തു. ഇത് തന്റെ അവസാനത്തെ പോരാട്ടമായിരിക്കും. പൂർണ്ണ ശക്തിയോടെയുള്ള പോരാട്ടം. അടുത്ത ഒരു വർഷത്തേക്ക് അവൻ ലോകമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു. സുഹൃത്തുക്കളോ ആഘോഷങ്ങളോ ഫോൺ വിളികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ മുറിയിൽ പുസ്തകങ്ങളും അവന്റെ ലക്ഷ്യവും മാത്രമായി ചുരുങ്ങി. ഒടുവിൽ ആ വലിയ ദിവസം എത്തി. സിവിൽ സർവീസ് പരീക്ഷാ ഫലം ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടു. വിറക്കുന്ന കൈകളോടെ, വേഗത്തിൽ മിടിക്കുന്ന നെഞ്ചോടെ ആദിത്യൻ ലാപ്ടോപ്പ് സ്ക്രീനിൽ തന്റെ റോൾ നമ്പർ ടൈപ്പ് ചെയ്തു. അടുത്ത നിമിഷം അവൻ കസേരയിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. അവന്റെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണുനീർ ഒലിച്ചിറങ്ങി. അവൻ വെറും ഒരു വിജയം മാത്രമല്ല നേടിയത്. ആ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ തന്നെ 1ാം റാങ്കോടെയാണ് അവൻ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥനായി. ആദിത്യന്റെ വർഷങ്ങളായുള്ള കഠിനാധ്വാനവും കണ്ണീരും ഒടുവിൽ വിജയം കണ്ടു. അവൻ തനിക്കായി പാത്രം കഴുകാൻ തന്ന ഹോട്ടലിലെ ശർമാജിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. തൊട്ടടുത്ത നിമിഷം അവൻ അമ്മയെ വിളിച്ചു. ഫോൺ എടുത്ത പാടെ അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, ഞാൻ ജയിച്ചു. നിങ്ങളുടെ മകൻ സംസ്ഥാനത്ത് 1ാം റാങ്കോടെ പാസ്സായിരിക്കുന്നു. ഫോണിന്റെ മറുതലക്കൽ നിന്നും അമ്മയുടെയും അച്ഛന്റെയും സന്തോഷം കൊണ്ടുള്ള കരച്ചിൽ അവന് കേൾക്കാം. അത് വെറും ഒരു വിജയമായിരുന്നില്ല. ഒരു പാവപ്പെട്ടവൻ അഹങ്കാരത്തിനു മേൽ നേടിയ വലിയൊരു നന്മയുടെ വിജയമായിരുന്നു. വൈകാതെ മാധ്യമങ്ങളിൽ ആദിത്യന്റെ ചിത്രങ്ങൾ അച്ചടിച്ചു വന്നു. അവനൊരു ജനതയുടെ മാതൃകയായി മാറി. കാലത്തിന്റെ ചക്രം തിരിഞ്ഞുകൊണ്ടിരുന്നു. ആദിത്യന്റെ ജീവിതം അധ്വാനത്തിലൂടെ വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് ഉയർന്നപ്പോൾ വിധി മറ്റൊരു വശത്ത് വലിയൊരു കൊടുങ്കാറ്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നഗരത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ രാജേഷിന്റെയും അദ്ദേഹത്തിന്റെ മകൾ നിഷയുടെയും ജീവിതത്തെ ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു. പണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്നും അത് കൈകളിൽ ഉള്ളിടത്തോളം കാലം ഈ ലോകം മുഴുവൻ തന്റെ കാൽക്കീഴിലായിരിക്കുമെന്നും രാജേഷ് അന്ധമായി വിശ്വസിച്ചിരുന്നു. പണമുണ്ടെങ്കിൽ ഏത് അധികാരത്തെയും നിയമത്തെയും വിലക്കെടുക്കാമെന്ന അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തിന്മേൽ വിധി ആഞ്ഞടിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. അപ്രതീക്ഷിതമായി രാജേഷിന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ വലിയൊരു സാമ്പത്തിക തകർച്ച നേരിട്ടു. വിപണിയിലെ മാറ്റങ്ങളും ചില തെറ്റായ തീരുമാനങ്ങളും കാരണം അവരുടെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര പ്രൊജക്ട് പരാജയപ്പെട്ടു. അത് നൽകിയ ആഘാതത്തിൽ നിന്നും കരകയറുന്നതിനു മുമ്പ് തന്നെ കമ്പനിയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രൊജക്ടുകൾ തടസ്സപ്പെട്ടു. ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കമ്പനിക്കുണ്ടായത്. രാജേഷ് വിചാരിച്ചു ഇതെല്ലാം താൽക്കാലികമാണെന്നും തന്റെ സ്വാധീനം ഉപയോഗിച്ച് എല്ലാം ശരിയാക്കാമെന്നും. എന്നാൽ ഓരോ ദിവസവും കഴിയുന്തോറും സാഹചര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. ബാങ്കുകളിൽ നിന്നുള്ള വായ്പകളുടെ പലിശ കുമിഞ്ഞുകൂടി വലിയൊരു ബാധ്യതയായി മാറി. ഇതോടെ കമ്പനിയിലെ വിശ്വസ്തരായ നിക്ഷേപകരെല്ലാം തങ്ങളുടെ പണം സുരക്ഷിതമാക്കാൻ വേണ്ടി പിൻവലിക്കാൻ തുടങ്ങി. രാജേഷ് പണക്കാരനായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആഡംബര പാർട്ടികളിൽ വന്ന് പുകഴ്ത്തി സംസാരിച്ചിരുന്ന ഉറ്റ സുഹൃത്തുക്കളും ബിസിനസ് പങ്കാളികളും ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹത്തെ കൈവിട്ടു. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് രാജേഷ് വിളിച്ച ഫോൺ കോളുകൾ പോലും അവർ മനഃപൂർവ്വം അവഗണിക്കാൻ തുടങ്ങി. ഒരു രാത്രി തന്റെ വലിയ ഓഫീസിലെ വിജനമായ മുറിയിലിരുന്ന് തകർച്ചയുടെ ഫയലുകൾ നോക്കുമ്പോൾ രാജേഷിന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. പണമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ആളുകൾ കൂടെയുണ്ടാകൂ എന്ന കൈപ്പേറിയ സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. മറുഭാഗത്ത് നിഷയുടെ ആഡംബര ലോകവും പൂർണ്ണമായും തകർന്നു തരിപ്പണമായിക്കൊണ്ടിരുന്നു. കോളേജിലും പാർട്ടികളിലും എപ്പോഴും
എപ്പോഴും അവളുടെ ചുറ്റും നടന്ന് അവളുടെ പണത്തെ പുകഴ്ത്തിയിരുന്ന കൂട്ടുകാരികൾ ഇപ്പോൾ അവളെ കാണുമ്പോൾ മുഖം തിരിച്ചു. മുൻപ് അവൾ വന്നിറങ്ങുമ്പോൾ കാത്തു നിന്നിരുന്നവർ ഇപ്പോൾ അവൾ വരുന്നത് കാണുമ്പോൾ വഴിമാറി നടന്നു. ഒരിക്കൽ നിഷ വല്ലാതെ സങ്കടം സഹിക്കാനാവാതെ തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയുടെ വീട്ടിൽ സഹായം ചോദിക്കാൻ ചെന്നു. എന്നാൽ അകത്തു കൂട്ടുകാരി ഉണ്ടായിരുന്നിട്ടും വാതിൽക്കൽ വെച്ച് അവരുടെ വേലക്കാരി മാഡം വീട്ടിലില്ല എന്ന സന്ദേശമാണ് നിഷയ്ക്ക് ലഭിച്ചത്. ജനാലിലൂടെ നോക്കിയ നിഷ കണ്ടത് അകത്തിരുന്ന് ലാപ്ടോപ്പ് നോക്കുന്ന കൂട്ടുകാരിയെയാണ്. പണമില്ലാതെയായാൽ ബന്ധങ്ങൾ ഇല്ലാതാകുമെന്ന് അവൾക്ക് ആദ്യമായി മനസ്സിലായി. അന്ന് രാത്രി സ്വന്തം മുറിയിലിരുന്ന് കരയുമ്പോൾ അവൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് താൻ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് പരസ്യമായി അപമാനിച്ച ആദിത്യന്റെ മുഖം ഓർമ്മ വന്നു. ഒരാളുടെയും ദാരിദ്ര്യത്തെ കളിയാക്കരുത് നിഷ, സാഹചര്യങ്ങൾ മാറി മറിയാൻ അധികം സമയം വേണ്ട എന്ന അവന്റെ വാക്കുകൾ ഒരു ശാപം പോലെ അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അന്ന് അവൾ തമാശയായി തള്ളിക്കളഞ്ഞ ആ വാക്കുകൾ ഇന്ന് സ്വന്തം ജീവിതത്തിൽ സത്യമായി ഭവിച്ചിരിക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ബാങ്കിൽ നിന്നും ഒരു അന്തിമ നോട്ടീസ് രാജേഷിന്റെ കൈകളിൽ എത്തിച്ചേർന്നു. അടുത്ത ഒരു മാസത്തിനുള്ളിൽ വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ അവരുടെ കോടികൾ വിലമതിക്കുന്ന കമ്പനിയും അവർ താമസിക്കുന്ന ആഡംബര ബംഗ്ലാവും ബാങ്ക് ജപ്തി ചെയ്യുമെന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ഈ വാർത്ത കാട്ടുതീ പോലെ നഗരത്തിൽ പരന്നു. ജനങ്ങൾ പരസ്പരം പറയാൻ തുടങ്ങി, രാജേഷിന്റെ കഥ കഴിഞ്ഞു, ഇനി അവർക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല. പണത്തിന്റെ മുകളിൽ അഹങ്കരിച്ച ഒരു കുടുംബം ഇതാ തെരുവിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ആദ്യത്തിനിപ്പോൾ ആ സംസ്ഥാനത്തെ ഏറ്റവും ആദരിക്കപ്പെടുന്ന വലിയൊരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവൻ എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. വലിയ പദവിയിൽ എത്തിയെങ്കിലും അവന്റെ സ്വഭാവത്തിൽ യാതൊരുവിധ അഹങ്കാരവും വന്നിരുന്നില്ല. തന്റെ പഴയ ഹോട്ടൽ ജീവിതവും അമ്മ നൽകിയ നല്ല സംസ്കാരവും അവൻ ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. ഒരു ദിവസം ആദിത്യൻ തന്റെ ഔദ്യോഗിക ഓഫീസിലിരുന്ന് ചില കമ്പനികളുടെ സാമ്പത്തിക രേഖകളും പഴയ ഭൂമി ഇടപാടുകളുടെ ഫയലുകളും പരിശോധിക്കുകയായിരുന്നു. നഗരത്തിലെ പ്രമുഖ വ്യവസായിയായ രാജേഷിന്റെ കമ്പനി തകർച്ചയുടെ വക്കിലാണെന്ന വാർത്ത അവനും അറിഞ്ഞിരുന്നു. ഫയലുകൾ ഓരോന്നായി നോക്കുന്നതിനിടയിൽ ആകസ്മികമായി ആ കമ്പനിയുടെ 25 വർഷത്തോളം പഴക്കമുള്ള പൊടി പിടിച്ച ചില പഴയ രേഖകൾ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ജിജ്ഞാസയോടെ അവൻ ആ ഫയല് തുറന്നു നോക്കി. അതിലെ പഴയ ഭൂമി ആധാരങ്ങളും ബാങ്ക് ഇടപാടുകളും പരിശോധിച്ച ആദിത്യൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവന്റെ ശ്വാസം പോലും നിലച്ചതുപോലെ തോന്നി. കാരണം ആ ഫയലുകളിൽ പലയിടത്തായി അവന്റെ അന്തരിച്ച പിതാവായ രാംപ്രസാദ് എന്ന പേര് ആവർത്തിച്ച് വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു. കോടീശ്വരനായ രാജേഷിന്റെ ഔദ്യോഗിക ഫയലുകളിൽ തന്റെ പാവപ്പെട്ട പിതാവിന്റെ പേര് എങ്ങനെ വന്നുവെന്ന് മനസ്സിലാകാതെ അവൻ കൂടുതൽ ആഴത്തിൽ അന്വേഷണം തുടങ്ങി. തുടർന്ന് പുറത്തു വന്നത് ആദിത്യന്റെ കണ്ണുകളെ ഈറനണിയിച്ച വലിയൊരു സത്യമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കൃത്യമായി 25 വർഷങ്ങൾക്ക് മുമ്പ്, രാജേഷ് ഇന്നത്തെ പോലെ ഒരു കോടീശ്വരനായിരുന്നില്ല. അദ്ദേഹം തികച്ചും പാവപ്പെട്ടവനായിരുന്നു. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ പണമില്ലാതെ ഒരു സഹായത്തിനായി നഗരത്തിലെ വലിയ ആളുകളുടെ മുന്നിലെല്ലാം അദ്ദേഹം കൈനീട്ടി നടന്നിരുന്നു. എന്നാൽ പണമില്ലാത്തതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ ആട്ടുകയും അപമാനിക്കുകയും ചെയ്തു. ആരും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. ആ കഠിനമായ ഘട്ടത്തിലാണ് ആദിത്യന്റെ പിതാവ് രാംപ്രസാദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. രാജേഷിന്റെ ദയനീയ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ രാംപ്രസാദ് തനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ചെറിയ കൃഷിഭൂമി വിറ്റ് കിട്ടിയ പണം മുഴുവൻ ഒരു ഉറപ്പോ കരാറോ ഇല്ലാതെ രാജേഷിന് നൽകി സഹായിക്കുകയായിരുന്നു. കേവലം മനുഷ്യത്വത്തിന്റെ മാത്രം പുറത്താണ് അദ്ദേഹം ആ വലിയ തുക കൈമാറിയത്. ആ പണം ഉപയോഗിച്ചാണ് രാജേഷ് തന്റെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചതും പിന്നീട് വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തതും. ഫയലിന്റെ ഏറ്റവും അടിയിലായി രാജേഷ് സ്വന്തം കൈപ്പടിയിൽ എഴുതിയ ഒരു പഴയ കത്തുമുണ്ടായിരുന്നു. കാലപ്പഴക്കത്താൽ മഞ്ഞ നിറമായ ആ പേപ്പറിലെ വാക്കുകൾ വ്യക്തമായിരുന്നു. രാംപ്രസാദ് ചേട്ടാ, നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. മുങ്ങി താഴുകയായിരുന്ന എന്റെ ജീവിതത്തെയും കുടുംബത്തെയും രക്ഷിച്ചത് നിങ്ങളാണ്. നിങ്ങൾ എനിക്ക് തന്നത് വെറും പണമല്ല, ഒരു പുതിയ ജീവിതമാണ്. ഈ ഉപകാരം ഞാൻ എന്റെ മരണം വരെ മറക്കില്ല. ഇത് വായിച്ച ആദിത്യന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ തുള്ളികൾ ഫയലിലേക്ക് വീണു. തന്റെ പിതാവ് ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തിട്ടും ഒരിക്കൽ പോലും അത് തന്നോടോ മറ്റാരോടെങ്കിലുമോ പറഞ്ഞ് അഭിമാനം കൊണ്ടിരുന്നില്ലല്ലോ എന്ന് അവൻ ഓർത്തു. അവൻ തന്റെ പിതാവിനെ കുറിച്ചോർത്ത് വലിയ അഭിമാനം തോന്നി. അന്നു തന്നെ വൈകുന്നേരം അവൻ ഗ്രാമത്തിലെ വീട്ടിലെത്തി അമ്മയുടെ മുന്നിലേക്ക് ആ ഫയലുകൾ വെച്ചു. കത്തുകളും രേഖകളും കണ്ടപാടെ ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവർ കുറച്ചു നേരം മൗനമായി ഇരുന്ന ശേഷം വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, അതേ മോനെ, നിന്റെ അച്ഛൻ ചെയ്ത സഹായങ്ങൾ ആരോടും പറഞ്ഞു നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമ്മൾ കഠിനമായി പട്ടിണി അനുഭവിച്ചപ്പോഴും ആ പണത്തെക്കുറിച്ച് അദ്ദേഹം മിണ്ടിയില്ല. ഒരാളെ സഹായിച്ചാൽ അത് അപ്പോൾ തന്നെ മറന്നേക്കണം. അത് പറഞ്ഞു നടക്കുന്നത് വലിയ പാപമാണെന്ന് അദ്ദേഹം എപ്പോഴും പറയും. നിന്റെ അച്ഛൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് രാജേഷ് പണം തിരികെ തരാൻ വന്നിരുന്നു.
പക്ഷെ അച്ഛൻ അത് വാങ്ങിയില്ല. പക്ഷേ രാജേഷിന്റെ കൈകൾ പിടിച്ച് ഒരൊറ്റ കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ. എന്റെ മകൻ എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽപ്പെട്ടാൽ അവന്റെ കൂടെ നിൽക്കണം, അവനെ കൈവിടരുത് എന്ന്. അമ്മയുടെ ഈ വാക്കുകൾ കേട്ട് ആദിത്യന്റെ നെഞ്ച് തകർന്നുപോയി. അവന്റെ ഉള്ളിൽ വലിയൊരു വേദന രൂപപ്പെട്ടു. തന്റെ പിതാവ് സ്വന്തം ജീവിതം പണയം വെച്ച് ആർക്കു വേണ്ടിയാണോ സർവ്വതും നൽകിയത്, ആരുടെ വിജയത്തിനാണോ പ്രാർത്ഥിച്ചത്, അവരുടെ മകളായ നിഷയാണ് തന്നെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ പിച്ചക്കാരനെന്ന് വിളിച്ച് ഏറ്റവും ക്രൂരമായ രീതിയിൽ അപമാനിച്ചത്. തന്റെ പിതാവിന്റെ ത്യാഗത്തിന്റെ കഥയും രാജേഷിന്റെ കുടുംബം തങ്ങളോട് ചെയ്ത ക്രൂരതയും തിരിച്ചറിഞ്ഞ ആദിത്യൻ വലിയൊരു ധർമ്മസങ്കടത്തിലായി. ഉന്നത ഉദ്യോഗസ്ഥനായ അവൻ വിചാരിച്ചാൽ ഒരൊറ്റ ഒപ്പുകൊണ്ട് രാജേഷിനെ പൂർണ്ണമായും തകർക്കാനും പ്രതികാരം ചെയ്യാനും കഴിയും. എന്നാൽ അമ്മയുടെ വാക്കുകൾ അവന്റെ മനസ്സിൽ മുഴങ്ങി. മകനെ, പ്രതികാരം ചെയ്യുന്നവനല്ല, ക്ഷമിക്കുന്നവനാണ് യഥാർത്ഥ വലിയ മനുഷ്യൻ. ആദിത്യൻ പ്രതികാര ചിന്തകൾ ഉപേക്ഷിച്ച് രാജേഷിനെ നേരിട്ട് കാണാൻ അദ്ദേഹത്തിന്റെ ബംഗ്ലാവിലേക്ക് പുറപ്പെട്ടു. വർഷങ്ങൾക്ക് മുമ്പ് താൻ അപമാനിക്കപ്പെട്ട അതേ ബംഗ്ലാവിൽ അവൻ എത്തുമ്പോൾ അവിടുത്തെ ആഡംബരങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ജപ്തി ഭീതിയിൽ തലയിൽ കൈവച്ച് സങ്കടത്തോടെ ഇരിക്കുന്ന രാജേഷിന്റെ മുന്നിലേക്ക് ആദിത്യൻ ആ പഴയ 25 വർഷം പഴക്കമുള്ള രേഖകളുടെ ഫയൽ വെച്ചു. വിറക്കുന്ന കൈകളോടെ ഫയൽ തുറന്ന് അതിൽ തന്റെ പഴയ സുഹൃത്തായ രാം പ്രസാദിന്റെ പേര് കണ്ടതും രാജേഷ് പൊട്ടിക്കരഞ്ഞുപോയി. മുന്നിൽ നിൽക്കുന്നത് തന്റെ ജീവൻ രക്ഷിച്ച സുഹൃത്തിന്റെ മകനാണെന്ന് മനസ്സിലാക്കിയ രാജേഷ് പദവികളെല്ലാം മറന്ന് ആദിത്യന്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. മോനെ, എന്നോട് ക്ഷമിക്കൂ. നിന്റെ അച്ഛൻ എനിക്ക് തന്ന ജീവിതമാണിത്. ഞാൻ ആ വലിയ മനുഷ്യനോട് നീതി പുലർത്തിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തലകുനിച്ച് കരഞ്ഞു. ഈ സമയം വാതിലിന് പിന്നിൽ ഒളിച്ചു നിന്ന് ഇതെല്ലാം കേൾക്കുകയായിരുന്ന നിഷ ഞെട്ടിത്തരിച്ചുപോയി. താൻ പിച്ചക്കാരനെന്ന് വിളിച്ച് ആക്ഷേപിച്ച ആദിത്യന്റെ കുടുംബത്തിന്റെ കാരുണ്യം കൊണ്ടാണ് തങ്ങൾ ഇത്രയും കാലം കോടീശ്വരന്മാരായി ജീവിച്ചതെന്ന സത്യം അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവൾ മുഖം പൊട്ടിക്കരഞ്ഞു. ആ മുറിയിൽ അപ്പോൾ മാറ്റത്തിന്റെ പുതിയൊരു അധ്യായം കുറിക്കപ്പെടുകയായിരുന്നു. പിറ്റേ ദിവസം നഗരത്തിൽ വലിയൊരു പൊതുയോഗം രാജേഷ് വിളിച്ചുകൂട്ടി. മാധ്യമപ്രവർത്തകരും നഗരത്തിലെ പ്രമുഖരും അവിടെ ഒത്തുകൂടി. കമ്പനിയുടെ തകർച്ച പ്രഖ്യാപിക്കാനാണ് ഈ യോഗം എന്നാണ് എല്ലാവരും കരുതിയത്. രാജേഷ് സ്റ്റേജിലേക്ക് കയറി ഗൗരവത്തോടെ മൈക്ക് കയ്യിലെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് പണം ഉണ്ടാക്കി, പക്ഷേ മനുഷ്യരുടെ യഥാർത്ഥ വില മനസ്സിലാക്കുന്നതിൽ എനിക്ക് തെറ്റുപറ്റി. ഇന്ന് ഞാൻ ഈ നിലയിൽ നിൽക്കാൻ കാരണമായ ആ വലിയ കുടുംബത്തിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് അദ്ദേഹം ആദിത്യനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ആദിത്യൻ സ്റ്റേജിൽ എത്തിയതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രാജേഷ് അവന്റെ കാൽക്കൽ വീണ് പരസ്യമായി മാപ്പ് ചോദിച്ചു. ആദിത്യൻ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. രാജേഷ് കണ്ണീരോടെ പറഞ്ഞു, ഇത് ഈ ഉദ്യോഗസ്ഥനോടുള്ള ബഹുമാനമല്ല, എന്നെ വളർത്തിയ രാം പ്രസാദിന്റെ മകനോടുള്ള ആദരവാണ്. തുടർന്ന് അദ്ദേഹം തന്റെ പിതാവ് ചെയ്ത ത്യാഗത്തിന്റെ കഥ ജനങ്ങളോട് വിവരിച്ചു. അതിനുശേഷം അദ്ദേഹം നിഷയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചു. നിഷ പതുക്കെ സ്റ്റേജിലേക്ക് വന്നു. അവളുടെ മുഖത്ത് പഴയ അഹങ്കാരമില്ലായിരുന്നു. അവൾ ആദിത്യന്റെ മുന്നിൽ വന്ന് കൈകൂപ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആദിത്യ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്റെ വസ്ത്രങ്ങളെ മാത്രമാണ് കണ്ടത്. നിന്റെ സ്വഭാവത്തിന്റെ മഹിമ കണ്ടില്ല. എന്റെ അഹങ്കാരത്തിന് കാലം എനിക്ക് തന്ന ശിക്ഷയാണിത്. ആദിത്യൻ ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. നിഷ, തെറ്റുകൾ പറ്റാം, അത് മനസ്സിലാക്കി തിരുത്തുന്നതിലാണ് കാര്യം. ഞാൻ അന്നേ നിന്നോട് ക്ഷമിച്ചതാണ്. അവിടെയുണ്ടായിരുന്ന ജനങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. പണം കൊണ്ടല്ല, വലിയ മനസ്സുകൊണ്ടാണ് ഒരാൾ വലിയവനാകുന്നതെന്ന് നിഷയ്ക്ക് അന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. നിഷയുടെ മാപ്പപേക്ഷയ്ക്കു ശേഷം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആദിത്യൻ മൈക്ക് കയ്യിലെടുത്തു. അവനൊരു വലിയ പ്രഖ്യാപനം നടത്തി. രാജേഷിന്റെ കമ്പനി വലിയ പ്രതിസന്ധിയിലാണ്. എന്നാൽ ആ കമ്പനിയെ ആശ്രയിച്ച് ആയിരക്കണക്കിന് പാവപ്പെട്ട തൊഴിലാളികളുടെ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. കമ്പനി പൂട്ടിയാൽ ആ വീടുകളിലെ അടുപ്പുകൾ പുകയില്ല. അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ സമ്പാദ്യത്തിൽ നിന്നും എന്റെ ട്രസ്റ്റിൽ നിന്നും പണം നൽകി ഈ കമ്പനിയെ വീണ്ടും ലാഭത്തിലാക്കാൻ ഞാൻ സഹായിക്കുന്നതാണ്. ഈ പ്രഖ്യാപനം കേട്ട് രാജേഷും നിഷയും വിതുമ്പിപ്പോയി. തങ്ങൾ ദ്രോഹിച്ച ഒരു വ്യക്തി തങ്ങളെ രക്ഷിക്കാൻ കൈനീട്ടുന്നു. മാസങ്ങൾക്കുള്ളിൽ ആദിത്യന്റെ സഹായത്തോടെ കമ്പനി വീണ്ടും പഴയതുപോലെ ഉയർത്തെഴുന്നേറ്റു. തൊഴിലാളികളുടെ ജോലികൾ സുരക്ഷിതമായി. രാജേഷ് വീണ്ടും ബിസിനസ്സിൽ വിജയിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പോൾ വലിയ എളിമയുണ്ടായിരുന്നു. നിഷ പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരുന്നു. അവൾ പിന്നീട് പാവപ്പെട്ടവരെയും പണക്കാരെയും വേർതിരിച്ച് കണ്ടില്ല. അവൾ ആദിത്യന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് അനുഗ്രഹം വാങ്ങുകയും പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാനായി തന്റെ ജീവിതം മാറ്റിവെക്കുകയും ചെയ്തു. ഒരാളുടെ വസ്ത്രധാരണമോ പണമോ അല്ല, അവന്റെ പ്രവൃത്തികളും സ്വഭാവവുമാണ് അവന്റെ യഥാർത്ഥ സമ്പത്തെന്ന വലിയ പാഠം ആ നഗരത്തിലെ എല്ലാവരും പഠിച്ചു. ദാരിദ്ര്യം ഒരിക്കലും ഒരു മനുഷ്യന്റെ യോഗ്യത കുറക്കുന്നില്ല, എന്നാൽ അവന്റെ പെരുമാറ്റം അവന്റെ യഥാർത്ഥ വ്യക്തിത്വം കാണിച്ചു തരുന്നു.